CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കാരമുക്ക് ലോക്കൽ കമ്മിറ്റി മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ച സെമിനാർ നടത്തി. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ രാജൻ സെമിനാർ നയിച്ചു. സംഭവിക്കുന്ന അപജയങ്ങൾക്ക് എന്താണ് കാരണം? ഒരു കാലത്തിന്റെ മാധ്യമപ്രവർത്തനം എന്തായിരുന്നു? നമ്മൾ അത്രയൊന്നും ചരിത്രത്തിലേക്ക് പിന്നോട്ട് പോകേണ്ടതില്ല. വർത്തമാന പത്രങ്ങളുടെ ആവിർഭാവം എന്നുണ്ടായി, എന്തിനുണ്ടായി, പോട്ടെ, അത് അതിന്റെ ചരിത്രത്തിലേക്ക് വിട്ടു. പക്ഷെ ഏതൊരു പത്രത്തിനും ഏതൊരു മാധ്യമപ്രവർത്തനം അടിസ്ഥാനമായ ലക്ഷ്യം, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളുമായിട്ട്, സ്വാതന്ത്ര്യ സമരവുമായിട്ട്, ദേശീയ പ്രക്ഷോഭങ്ങളുമായിട്ട് അതിന്റെ സമരധാരകളെ ഒന്നിപ്പിക്കുക, സാമ്രാജ്യത്തെ മാറ്റി നിർത്തുക, തദ്ദേശീയമായിട്ടുള്ള ഭരണകൂടം സ്ഥാപിക്കുക എന്ന ഏകശിലാ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച പത്രങ്ങളുടെ ഒരു വലിയ മുൻനിരകൾ നമുക്ക് മുന്നിലുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി, മനുഷ്യ അന്തസ്സിന് വേണ്ടി, മനുഷ്യന്റെ യഥാർത്ഥമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ നിരന്തരം ചോദ്യങ്ങൾ പറയുകയും സംശയങ്ങൾ ഉന്നയിക്കുകയും ഭരണകൂടത്തെ ഉറപ്പിക്കുകയും ചെയ്ത ഒരു പത്രകാര ജീവിതം. വി സജീന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, LC സെക്രട്ടറി VV പ്രഭാത്, MV ഷാജി എന്നിവർ സംസാരിച്ചു. സെമിനാറിന് ശേഷം കാരമുക്ക് പ്രദേശത്തെ പ്രതിഭകളെ അനുമോദിച്ചു. കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ബാലസംഘം കാരമുക്ക് വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റും LC അംഗം AM സുഭിന്റെ മകൾ ആദിരൂപ AS, ഡെൻമാർക്കിൽ നടന്ന ലോക ഫയർ ഫൈറ്റേഴ്സ് ഗെയിംസിൽ പഞ്ചഗുസ്തിയിൽ വെള്ളി മെഡൽ നേടിയ റിജിൻ വത്സൻ, വെങ്കല മെഡൽ നേടിയ ആൽവിൻ പോൾ, പഞ്ചാബിൽ വെച്ച് നടന്ന നാഷണൽ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ ട്രൈബൽ ഡാൻസിൽ 1ാം സമ്മാനം നേടിയ ഐശ്വര്യ ഷിബു എന്നിവരെ അനുമോദിച്ചു.